സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അല്ലരിഫ് ഹോസ്പിറ്റലിലെ ഡെന്റൽ ഡോക്ടർ ഹസീനയാണ്. ഹലോ ഡോക്ടർ. അതെ, നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തുടങ്ങാം. എല്ലാവരുടെയും ഒരു സംശയമാണ്, എന്താണ് ദന്ത സംരക്ഷണം? ദന്ത സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിൽ ജനിച്ച് വീഴുന്ന അന്ന് മുതൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുഞ്ഞ് ജനിക്കുന്നു, നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെയാണ് BCG വാക്സിൻ, അങ്ങനത്തെ വാക്സിനേഷനൊക്കെ എടുക്കുന്നു, 3rd ഡേ ഡിസ്ചാർജ് ചെയ്യുന്നു, ആൻഡ് നെക്സ്റ്റ് വീട്ടിൽ പോകുന്നു, ഒരു 8 ഡേ കഴിഞ്ഞ് വീണ്ടും റിവ്യൂ വിളിക്കുന്നു. അപ്പോൾ തൊട്ട് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജനറൽ ഹെൽത്തിൻ്റെ ഒരു ഇതിലോട്ട് നമ്മൾ പോവാം. പക്ഷേ ആസ് പാരൻസ് എന്നുള്ള നിലയിൽ നമ്മളാരും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കുട്ടികളെ കൊണ്ടുപോകുന്നത് റെയറായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടിക്ക് ഒരു പല്ലുവേദന ഇതർ വരിക, ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും മോണെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വരുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഫസ്റ്റ് കുട്ടീനെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ആ ഒരു സ്റ്റേജ് കുഞ്ഞിലെ മുതൽ തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അവിടെ തൊട്ട് പിന്നെ നമ്മൾ ബോൺ ടു ഡെത്ത് എന്ന് പറയുന്ന പോലെയാണ് ടിൽ ഡെത്ത്, അതുവരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഹെൽത്താണ് നമ്മുടെ ഡെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഡെന്റൽ? അതായത് ഫസ്റ്റ് നമ്മൾ ജനിച്ച കുഞ്ഞിന് നമ്മൾ പല്ലുകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ ഐദർ ഫിംഗർ ബ്രഷ്, അല്ലെങ്കിൽ ഫിംഗർ ബ്രഷിൻ്റെ തന്നെ ആവശ്യമില്ല, നല്ല പ്യുവർ കോട്ടൺ ടവൽ വെച്ച് ഗംസ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളെ കുട്ടികളുടെ ഗംസിനെ കുറേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പല ഫംഗൽ ഡിസീസ് കാര്യങ്ങൾ. പിന്നെ ചില റെയർ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് വായിൽ പല്ലായിട്ട് വരും. അപ്പോൾ ഒരു മിത്തെന്നുള്ള നിലയിൽ ചില പാരൻസ് പറയും അതെടുത്ത് കളയാൻ പാടില്ല, അങ്ങനെ കുറച്ച് മിത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഇതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുട്ടിക്ക് ആ മോണയിൽ അതിരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും, പ്ലസ് പാല് കൊടുക്കുന്ന അമ്മയുടെ ബ്രസ്റ്റിൽ അത് വൈറ്റ് മാർക്കായിട്ട് ഇൻഫെക്ഷൻ വരും. അങ്ങനെ കുഞ്ഞിന് ഫെർദറായിട്ട് ഓറൽ അൾസേഴ്സ്, അതായത് കുഞ്ഞ് നമ്മുടെ വായ് പുണ്ണ് പോലെ സിവിയർ ഫോം, റിഗ്യാഫിഡ എന്നാണ് ഇതിൻ്റെ ഒരു മെഡിക്കൽ ടേം കണ്ടീഷൻ നമ്മൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പല്ല് വരുന്ന സ്റ്റേജിൽ നമ്മുടെ നാട്ടിൽ ജനറലി ഉള്ളൊരിത്, പാരൻസ് ഏത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ കോൾഗേറ്റോ ക്ലോസപ്പോ ഐദർ വിച്ച് ബ്രാൻഡ് അവൈലബിൾ അതാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതും കൈൻഡ് ഓഫ് ഒരു തെറ്റായ ഒരു ശീലമാണ്. കുട്ടികൾക്ക് നമ്മൾ അവരെ ഫസ്റ്റ് മിൽക്ക് ടീത്ത് വരുമ്പോൾ തൊട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് അടങ്ങിയ, അതായത് 1000 ppm എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ്സ് ഉള്ള ടൂത്ത് പേസ്റ്റ് മാത്രം യൂസ് ചെയ്യാൻ ശീലിക്കുക. കാരണം കുട്ടികളുടെ ആ ഒരു മിൽക്ക് ടീത്ത് കുറച്ചുകൂടെ കേരീസ്, അതായത് കേട് വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഫ്ലൂറൈഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ്. അത് ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള പേസ്റ്റ് ആകുമ്പോൾ കുട്ടികളിൽ പെട്ടെന്ന് ഈ പല്ല് കേടാകുക, അല്ലെങ്കിൽ പല്ലുകൾക്ക് മറ്റ് വേദന ബുദ്ധിമുട്ടൊക്കെ വരുന്നതൊക്കെ കുറേ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ കൈൻഡ് ഓഫ് ഫ്ലൂറൈഡ് കണ്ടൻസ് നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, ഫ്ലൂറൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ടൂത്ത് പേസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്സഡ് ഡെൻറ്റേഷൻ പീരീഡ് എന്ന് പറയും. അതായത് 6 വയസ്സിനും 12 വയസ്സിൻ്റെ ഇടയിൽ ഈ ഒരു പീരീഡിൽ കുട്ടികളുടെ വായിൽ നമുക്ക് 32 പല്ല്, വലിയവർക്ക്, കുഞ്ഞു കുട്ടികൾക്ക് 20 പല്ല്. ഈ ഒരു ഫേസ്, ഈ മിക്സഡ് ഡെൻറ്റേഷൻ പീരീഡിൽ 30 കൂടുതലോളം പല്ലുകൾ, അതായത് പാൽപ്പല്ലും കാണും, പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾ കാണും. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ കുട്ടികളുടെ ഓറൽ ഹൈജീൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏതാണ് കൊഴിഞ്ഞു പോകുന്ന പല്ല്, ഏതാണ് പെർമനൻറ്റ് പല്ല് എന്ന് പലപ്പോഴും പാരൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സായ കുട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 4ഉം 5ഉം പല്ല് റൂട്ട് കനാൽ. 10 വയസ്സിലാണ് 4ഉം 5ഉം റൂട്ട് കനാൽ. പെർമനൻറ്റ് ടീത്തിൽ ഇത്രയും, അത് നമ്മൾ ഓറൽ ഹൈജീൻ പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെയോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഫുൾ അതോറിറ്റി കൊടുക്കുന്നു, നിങ്ങൾ പല്ല് തേച്ചോ, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു തോട്ടിലാണ്. അങ്ങനെ പോകുമ്പോഴാണ് കുട്ടികൾ അവർക്കൊരു ലിമിറ്റേഷനുണ്ട്. പാരൻസ് പറയുന്നു ബ്രഷ് ചെയ്യണം, 30 സെക്കൻഡ്സ് പോലും എടുക്കാണ്ട് ബ്രഷ് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഈ പറയുന്ന ഈ ഒരു ഓറൽ ഹൈജീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നതിൻ്റെ ഇത്. പിന്നെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ അഡൽട്ട്ഹുഡിൽ നമ്മൾ വൺസ് ഇൻ എ ഇയർ ഒരു ഡെൻറ്റിസ്റ്റിന്, നമ്മളിപ്പോൾ നോർമൽ ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോകുന്ന അതുപോലെ കാണുക ഡെൻ്റൽ ചെക്കപ്പ്.
എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഇനീഷ്യൽ ഫേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഡെൻ്റലിൻ്റെ ഏറ്റവും ചീപ്പാണ് ഇനീഷ്യൽ ഫേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ നമ്മളിത് വെച്ചിരുന്നത് സിവിയറിലോട്ട്, അതായത് നോർമൽ ഒരു പല്ല് റെസ്റ്റോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സാധാ ഒരു ജനറൽ ഒ പി ചാർജ് തന്നെ ആയിരിക്കും അതിന് വരിക. പക്ഷേ ഇൻ കേസ് നമ്മളത് മാറ്റി ഹയർ ഇതിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ പെയിൻ വരുന്നു, നല്ല സിവിയർ ഇൻഫെക്ഷൻ വരുന്നു, സ്വെല്ലിങ് വരുന്നു, അതൊക്കെ വരെ വെച്ചിട്ടിരിക്കുമ്പോൾ ഐദർ നമുക്ക് റൂട്ട് കനാൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ, അതായത് പല്ലെടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇങ്ങനെ 2 ഫേസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടും. പല്ല് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫെർദർ പിന്നെ പല്ല് വയ്ക്കാനായിട്ട് അത് വീണ്ടും എക്സ്പെൻസ് ആവും. അപ്പം ഐഡിയലി ഫസ്റ്റ് ഫേസ് ഓഫ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് ഭയങ്കര ചീപ്പായിരിക്കും. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഡെൻ്റൽ ഹൈജീൻ കീപ്പ് ചെയ്യാനായിട്ട് വൺസ് ഇൻ എ ഇയർ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ശരിക്കും മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോകുന്നത് ഓക്കെ, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് ടീത്ത് അല്ലാത്തതും പെർമനൻ്റായിട്ട് സ്റ്റാർലി ഫ്രണ്ടിൽ മാത്രം അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ മിൽക്ക് ടീത്ത് അല്ലാത്ത ടീത്തും പെർമനൻ്റ്? അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ കുഞ്ഞു കുട്ടികൾക്ക് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിച്ച ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ വായിൽ പല്ല് കണ്ടു കഴിഞ്ഞാൽ അത് മിൽക്ക് ടീത്തും അല്ല, പെർമനൻറ്റ് ടീത്തും അല്ല. അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് മാറ്റുക. ഐദർ ഇപ്പോൾ ചില പാരൻസിന് പേടിയായിരിക്കും, നമ്മൾ കുട്ടികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ സിസ്റ്റംസ്, ഇൻറ്റേർണൽസ് ഓർഗൻസ് ഒന്നും പ്രോപ്പർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് റിമൂവ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് അനസ്തേഷ്യ അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, അതായത് വൈറ്റമിൻ കെൻ്റെ ലെവലൊക്കെ നമ്മൾ നോക്കിയിട്ട് ബെറ്റർ അത് റിമൂവ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ ഒരു ഷാർപ്നെസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. അതായത് അതിൻ്റെ സർഫസ് മുകളിൽ നമ്മൾ പല്ലിൻ്റെ ടോപ്പ് സർഫസ് ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുക. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും കേടാണ്, കുഞ്ഞിനും കേടാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പൊതുവേ ആരും ഡെൻ്റൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല, അതൊരു ദോഷമാണ് എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പം എന്താണ് ഡോക്ടറുടെ? അതും വലിയൊരു മിത്താണ്. അതായത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വരാൻ പാടില്ല. അങ്ങനെയല്ല. ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പാടില്ലാത്ത ടൈമാണ് ലാസ്റ്റ് ഫേസ്, അതായത് 3rd ട്രൈമസ്റ്റർ, ലാസ്റ്റ് 7 to 9 month. ഈ ഒരു 3 മാസ കാലയളവിൽ നമുക്ക്, അതായത് ഹെവി ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ്, മേജർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഓഫ് ഡെൻറ്റൽ, ആ ഒരു സെക്ഷൻ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ആ ഒരു ടൈം പീരീഡിൽ 7 മാസം മുതൽ 9 മാസം ഡെലിവറി വരെ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക. അതായത് അതിന് മുന്നേ വരെ നമ്മൾ ഈ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് പലരും പേടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പ്രശ്നമാവോ, അല്ലെങ്കിൽ അത് നമ്മുടെ ചെയർ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയർ റിക്ലൈൻ ചെയ്യുക, ചെയർ പുറകിലോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ, അങ്ങനെ പല ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും, അതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഐഡിയലി നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ പ്രൊസീജിയർ, ഈവൻ 3rd ട്രൈമസ്റ്ററിലും നമുക്ക് നോർമൽ റെസ്റ്റോറേഷൻ, നോർമൽ ക്ലീനിങ്, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇൻ കേസ് പേഷ്യൻറ്റിന് ഡെൻ്റൽ ചെയറിലൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുകയാണ്, ഈ ചെയറിൽ ഇന്ന പൊസിഷനിൽ സ്ട്രെസ്സ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ലൈക്ക് ഒരു സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയറിനെ നന്നായിട്ട് ഫ്ലോറിന് പാരലാക്കി നമ്മൾ വെച്ചിട്ട് പേഷ്യൻറ്റിന് ഒരു നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ബെഡിൽ കിടക്കുന്ന, പക്ഷെ ഒരു അല്പം എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കിടത്തി പ്രൊസീജിയർ ചെയ്യുക. അതാണ് ഐഡിയലി നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇമ്പാക്ഷൻ പോലെ അങ്ങനെയുള്ള കേസുകൾ, അല്ലെങ്കിൽ സർജിക്കൽ ബോൺ കട്ട് ചെയ്തിട്ടുള്ള എക്സ്ട്രാക്ഷൻസ്, പിന്നെ ലെങ്തി പ്രൊസീജിയേഴ്സ്, അതായത് ഈ മോണരോഗത്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ്, സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ് എന്നൊക്കെ പറയുന്ന പ്രൊസീജിയേഴ്സ്, മോണ തുറന്ന് ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ ലെങ്തി പ്രൊസീജിയേഴ്സ് നമുക്ക് ഒരിക്കലും ഈ ഒരു ലാസ്റ്റ് ഫേസ് ഓഫ് പീരീഡിൽ ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്റർ നമുക്ക് ചെയ്യാം. ഐഡിയൽ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്, ആദ്യത്തെ ഒരു. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പെയിൻഫുള്ളാണോ, അതോ അതിന് പെയിൻഫുൾ അല്ലാണ്ടാണോ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്? എങ്ങനെയാണ് ഇത്? ഒത്തിരി നമ്മൾ ക്ലിനിക്കിൽ ഒത്തിരി കേൾക്കുന്നതാണ്, ഇത് ഭയങ്കര വേദന എടുക്കുന്ന പ്രൊസീജിയർ. ഒരിക്കലല്ല. നമ്മളിപ്പോൾ ഒരു പല്ല് പെയിനായിട്ട് വരുന്നു, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഭയങ്കര സിവിയർ പെയിൻ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ആൻറ്റിബയോട്ടിക് സെറ്റപ്പ് ഡോസേജ് കൊടുത്ത് പെയിൻ കില്ലേഴ്സൊക്കെ അഡ്വൈസ് ചെയ്ത് അവർക്ക് അതൊന്ന് ടെമ്പററി ആയിട്ട് അതൊന്ന് സബ്സൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് അനസ്തേഷ്യയിലാണ്, അതായത് ലോക്കൽ അനസ്തേഷ്യ, ആ ഒരു പല്ലിൻ്റെ അസോസിയേറ്റ് റീജിയൻസ് നമ്മൾ നമ്പ് ചെയ്യും, അതായത് മരവിപ്പിച്ചിട്ട് ആണ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഇത്രയും സിവിയർ പെയിൻ വരുന്നതോ, അതായത് നമ്മൾ പല്ലുവേദന എടുത്തതിൻ്റെ 1% പോലും
പെയിൻ നമ്മൾ ഒരിക്കലും ഇതിൽ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഇഞ്ചെക്ഷൻ, ചിലപ്പോൾ ആ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നതായിരിക്കാം ഒരു പേടി പല ആൾക്കാർക്ക്. ഇപ്പോൾ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ആ ഇഞ്ചെക്ഷൻ എടുക്കുന്നതിൻ്റെ പോലെ അല്ല, ഓറലിൽ എടുക്കുമ്പോൾ കുറച്ച് ഒരു മ്യൂക്കസ് മെമ്മറിയിൽ എടുക്കുമ്പോൾ കുറച്ച് ഒരല്പം ഒരു ഉറുമ്പ് കടിക്കുന്നതിൻ്റെ കുറച്ച് വലിയൊരു വേർഷൻ ഓഫ് പെയിൻ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം റൂട്ട് കനാൽ ഒരിക്കലും പെയിൻഫുൾ അല്ല. പക്ഷേ റൂട്ട് കനാൽ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊരു പറച്ചിലുണ്ട്. അപ്പം ശരിക്കും കോസ്റ്റ്ലി ആണോ റൂട്ട് കനാൽ? റൂട്ട് കനാൽ ആക്ച്വലി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പല്ല് വേദന വന്നു, നമ്മൾ പല്ലെടുത്ത് മാറ്റി റിമൂവ് ചെയ്തു, പല്ല് എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു, അവിടെ അത് ഹീലായി. ഇപ്പം നമുക്ക് ചവയ്ക്കാനായിട്ട് അവിടെ ഒരു ഓപ്ഷനില്ല. അപ്പം നമ്മൾ പല്ല് വയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷനിൽ പോകും. ആ ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ റൂട്ട് കനാലാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടി. ലൈക്ക് നമുക്ക് പല്ല് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല്ലുണ്ട്. നമുക്ക് ഊരി മാറ്റാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ബ്രിഡ്ജ് പോലെ വയ്ക്കാം, ഇല്ലെങ്കിൽ ഇംപ്ലാന്റ് ഇടാം. ഇംപ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവാണ്. ബ്രിഡ്ജ് ആയിരുന്നാലും കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഈ ഊരി മാറ്റാൻ പറ്റുന്നത് നമുക്ക് ഒരു യങ്ങർ ഏജ് ഉള്ള ഒരാൾക്ക് ഈ ഊരി മാറ്റാൻ പറ്റുന്ന പല്ലെന്നൊക്കെ പറയുമ്പോൾ അതെന്താ, രാത്രി ഊരി വെള്ളത്തിയിട്ട് വയ്ക്കുക, രാവിലെ അത് ക്ലീൻ ചെയ്ത് വെക്കുക, അതൊക്കെ ലൈക്ക് ഭയങ്കര അവരുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അത് ഭയങ്കര ഒരു ഹിൻഡ്രൻസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ പോകുന്നതിലും ബെറ്റർ റൂട്ട് കനാൽ. പിന്നെ റൂട്ട് കനാലിൻ്റെ ഈ ഒരു പ്രൊസീജിയർ എക്സ്പെൻസീവ് എന്നൊരിക്കലും പറയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു തലവേദന അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ വന്നു, നമ്മൾ MRI എടുക്കുന്നു, CT എടുക്കുന്നു, ടാബ്ലറ്റ്സ് എടുക്കുന്നു, അങ്ങനെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ലെവലിലോട്ടൊന്നുമല്ല. നമ്മൾ ചവയ്ക്കുന്ന, നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമുക്ക് ഉള്ളിലെത്തി നമുക്ക് എനർജി തരുന്ന ഫുഡിനെ പ്രോപ്പറായിട്ട് ഉള്ളിലെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ടീത്തിനെ ആ ഒരു മിനിമം വാല്യൂ ഓഫ് കോസ്റ്റ് ആവും. അല്ലാതെ ഹൈലി എക്സ്പെൻസീവ് അല്ല റൂട്ട് കനാൽ ഒരിക്കലും. ഓക്കെ, ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വിശദമാക്കി. ഡെൻ്റൽ ഇംപ്ലാന്റ്, അതായത് നമുക്കിപ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനറലി നമുക്ക് ഒത്തിരി ആൾക്കാരിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഒരു പല്ല് പോവുക അല്ലെങ്കിൽ പല്ല് എടുത്ത് മാറ്റുക. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇപ്പോൾ ലിറ്ററലി അവരൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ പല്ലും പോയിരുന്ന കേസുകൾ നമ്മൾ ഒത്തിരി കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഗോഡ്സ് ബ്ലെസ്സിങ് എന്നുള്ളൊരു രീതിയാണ് ഇംപ്ലാന്റ്സ്. ഇംപ്ലാന്റ്സ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോ ബോൺ, താഴത്തെ ലോവർ ജോ ആയിരുന്നാലും അപ്പർ ജോ ബോൺ ആയിരുന്നാലും നമ്മൾ ജസ്റ്റ് അത് ഒന്ന് ക്യൂർ ചെയ്ത് നമ്മൾ ഒരു സ്ക്രൂ പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ലൈക്ക് നമ്മുടെ ഇപ്പോൾ നെയിൽസ് മതിലിൽ വയ്ക്കുന്നത് പോലെ ജോയിൽ നമ്മളൊരു സ്ക്രൂ ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നതാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്. ഡെൻ്റൽ ഇംപ്ലാന്റ്സ് നമ്മൾ സിംഗിൾ ടീത്തിന് ചെയ്യാം. ഒരു പല്ല് പോയ ഒരാൾക്ക്, അല്ലെങ്കിൽ അണപ്പല്ല്, നമ്മുടെ കടവയിലെ പല്ല് പോയ ഒരാൾക്ക് സിംഗിൾ ഇംപ്ലാന്റ് ആയിട്ട് ചെയ്യാം. ഇല്ല, കംപ്ലീറ്റ് പല്ല് പോയ ഒരാൾക്ക്, അവർക്ക് ഈ ഊരി മാറ്റുന്ന വെപ്പ് പല്ലിനോട് താല്പര്യമില്ല, അവർക്കും എല്ലാവരും പോലെ ചിരിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടീത്ത് വേണം എന്ന് തോന്നുന്നവർക്ക് നമ്മൾ ഇംപ്ലാന്റ് ഇട്ട് ഡെഞ്ചർ കൊടുക്കും. ഇംപ്ലാന്റഡ് ഡെഞ്ചർ എന്ന് പറയും. താഴെയും മുകളിലും ഇംപ്ലാന്റ്സ് ഇട്ട് അതൊരു ഹീലിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ മുകളിലുമായിട്ട് ഒന്നുകിൽ ഡെഞ്ചർ പ്ലേസ് ചെയ്യും, സിംഗിൾ ടീത്ത് ആണെങ്കിൽ ടീത്തിൻ്റെ ക്രൗൺ പ്ലേസ് ചെയ്യും. അതാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് ഐഡിയലി പറയുന്നത്. ഈ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്ന ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഇതിലൂടെ, അതായത് നമുക്ക് തോന്നത്തില്ല ഇത് കുറച്ച് റിസ്ക് ആണ് ചെയ്യുന്നത് എന്ന ഡോക്ടറുടെ ആ ഒരു, അതായത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പുറമെ വരാതെ എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുക, പല്ല് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 19 years 20 years ഒക്കെ ഉള്ള കുട്ടികൾക്ക് കടവയിൽ 2 പല്ല്, മൂന്നാമത്തത് വരുമ്പോൾ ചെറിയൊരു ഈ ഞാനപ്പല്ല് വരുന്നു, അതിൻ്റെ വേദനയാണെന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഫേസിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കുറച്ച് റിസ്ക്കിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഞാനപ്പല്ല് എന്ന് പറയുന്ന ലാസ്റ്റ് ടീത്ത് ജോയിൻ്റെ ഇങ്ങറ്റം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫേസിൻ്റെ ഈ ഒരു റീജിയനിൽ ഇങ്ങോട്ടേക്ക് മാൻഡിബുലർ നെർവിൻ്റെ ബ്രാഞ്ച്, അതായത് നമ്മുടെ മുഖത്തെ നമ്മൾ ചിരിക്കുന്നതും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതും നമ്മൾ വിസിൽ ചെയ്യുന്നതും അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെർവാണിത്. അപ്പോൾ ഈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള തേർഡ് മോളാർ അല്ലെങ്കിൽ ഈ ഞാനപ്പല്ല് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ, അതായത് നമുക്ക് എല്ല് കട്ട് ചെയ്താണ് നമ്മൾ ആ പല്ലിനെ പുറത്തെടുക്കുക. പാർഷ്യലായിട്ടുള്ള ഇമ്പാക്ഷൻ അല്ല, കംപ്ലീറ്റ് ഇമ്പാക്ഷൻ കേസിൽ നമ്മൾ ടോപ്പ് ലെയർ ഓഫ് ബോൺ കട്ട് ചെയ്തിട്ട് പല്ല് സ്പ്ലിറ്റ് ചെയ്തെടുക്കും.
ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഒരു നെർവ് ഇഞ്ചുറി വരാം. ഈ മാൻറ്റിബുലാർ നെർവിന് അതിൻ്റെ ബ്രാഞ്ചിന് ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്കിയറാണ്. അത് നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഫേസ് പാരലിസിസ് വരെ സംഭവിക്കാനുള്ള ഒരു അത് ഇമ്പാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് റിസ്കിയറാണ്, പക്ഷെ വച്ചിട്ടിരിക്കാനും പാടില്ലാത്തതാണ്. അതെ. അതുപോലെ ഡോക്ടറെ, സാധാരണ നോർമലായിരുന്നു ബ്രഷ് ചെയ്യുമ്പം ഈ മോണയുടെ പ്രശ്നം കൂടെയാണ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? ഈ ഐഡിയലി ഒരു ഹെൽത്തി ഗംസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും പല്ലിന്ന് ബ്ലഡായിട്ട് വരികയില്ല. ഗംസ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നോർമൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ പോലും നമുക്കവിടെ ഫീൽ ചെയ്യില്ല. നമുക്ക് ബ്ലഡിൻ്റെ അംശം നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഒരു വലിയൊരു സൈനാണ്. നിങ്ങൾ പെട്ടെന്നൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളൊരു ഫസ്റ്റ് സൈൻ. അതായത് നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഓഫ് പെരിഡോണ്ടൈറ്റിസ്, മോണരോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വച്ചിരുന്ന് സിവിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 32 ഹെൽത്തി ആയിട്ടുള്ള പല്ലുകൾ കൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. അത് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളിങ്ങനെ ബ്ലീഡിങ് പല്ലിലിങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് ചെയ്യുക. ഓക്കെ ഡോക്ടർ, ഈ പല്ലിൽ കമ്പി ഇടുന്നൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, പക്ഷേ സാധാരണ എല്ലാവരുടെയും ഒരു ധാരണ വെച്ചാൽ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇടാൻ പാടില്ല, അതിന് ഇച്ചിരി ഒരു ഏജ് എത്തണം. അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് അതിനുണ്ടോ ശരിക്കും? നമ്മൾ ഐഡിയലി പണ്ട് ഒരു 10 ഇയേഴ്സൊക്കെ ബാക്ക് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എല്ലാ പെർമനൻറ്റ് പല്ലും വന്നതിന് ശേഷമേ പല്ലിൽ കമ്പി ഇടാൻ പാടുള്ളൂ എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ഡെൻറ്റിസ്ട്രി ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുട്ടീൻ്റെ ഒരു 6 ഇയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോൾ ഒരു 6-6.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇറ്റലി കുട്ടികൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള പല്ല് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ കുട്ടി വലുതാവുമ്പോൾ എത്രത്തോളം പല്ലുകളിൽ നിരതെറ്റലുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം പല്ലിന് ചരിവുണ്ടാവും, എന്തൊക്കെ എന്നുള്ളത് നമുക്ക് ഒരു 6.5 വയസ്സ് 7 വയസ്സായ കുട്ടീൻ്റെ വായി നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാക്സില, ഈ മുകളിലത്തെ പല്ലിരിക്കുന്ന ബോണിന് നമ്മൾ മാക്സില എന്ന് പറയും. ഈ മാക്സില്ലിൻ്റെ വളർച്ച കൂടുതലോ വളർച്ച കുറവോ അല്ലെങ്കിൽ താടിയെല്ലിന് വളർച്ച കുറവുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു 15 ഇയേഴ്സൊക്കെ ആകുമ്പോൾ അവരെ പല്ല് നന്നായിട്ട് നേരെ തെറ്റി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അവരെ അപ്പിയറൻസ്, ചിരിക്കാനൊക്കെ അവർക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ വരും. അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു കുട്ടീനെ ഒരു 7 ഇയേഴ്സ് 8 ഇയേഴ്സ് 6 to 8 ഇയേഴ്സിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ എല്ലിൻ്റെ വളർച്ച നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസാണെന്നുണ്ടെങ്കിൽ, അതായത് ചില കുട്ടികൾക്ക് താടിയെല്ലിന് വളർച്ച തീരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഹെഡ് ഗിയർ എന്നൊക്കെ പല അപ്ലയൻസ് ഉണ്ട്. അതായത് താടിയെല്ലിനെ ഫ്രണ്ടിലോട്ട് വലിക്കുന്ന, പുള്ളി ചെയ്യുന്ന ഫ്രണ്ടിലോട്ട്, അത് നമ്മൾ ഈ സ്കള്ളിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് താടിയെല്ലിനെ താഴോട്ട് വലിക്കുന്ന പരിപാടി. ചില കുട്ടികൾക്ക് ജനറലി നമ്മൾ കണ്ടിട്ടുണ്ടാവും, ബാക്കി മുഖമൊക്കെ നല്ല ഷേപ്പായിരിക്കും, താടിയെല്ലാം ഉള്ളിലിങ്ങിരുന്ന് അവരുടെ ഒരു ബേർഡ് ഫേസ്, മറ്റേ കുഞ്ഞി കിളികളുടെ ഫേസ് പോലെ ഇരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഹെഡ് ഗിയർ, ഇത് ഐഡിയലി ചെയ്യുന്ന പീരീഡ് 7 to 10 ഇയേഴ്സ്. ഈ മിക്സഡ് ഡെൻറ്റേഷൻ പീരീഡാണ് ഐഡിയൽ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. അല്ല, വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ അല്ലെങ്കിൽ സർജറി, എക്സ്പാൻഡേഴ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ല് വലുതാക്കാൻ വികസിപ്പിക്കാനുള്ള എക്സ്പാൻഡേഴ്സ്, അല്ലെങ്കിൽ ഓർത്തോഗ്മാറ്റിക് സർജറി, എല്ലിനെ നമ്മൾ കട്ട് ചെയ്ത് പ്ലേറ്റ് ഇട്ട് വലുതാക്കുന്ന പരിപാടികളൊക്കെ. നമ്മൾ ഇതൊരു നേരത്തെ ഒരു 6 to 7 സ്റ്റാർട്ടിങ് കേസിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോൺ നല്ലൊരു റീമോഡലിംഗ് ചെയ്യാൻ പറ്റുന്ന ഫേസാണ്. കുട്ടികളുടെ ബോൺ എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലെക്സിബിളാണ്. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ കുട്ടികളുടെ പല്ലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു പല മയോ ഫങ്ഷണൽ തെറാപ്പി എന്നാണ് ഇതിനെ പറയുന്നത്. താടിയെല്ലിനെ വലുതാക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാക്സിലെ വലുതാക്കുക, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ. അതുകൊണ്ട് ഇന്ന പീരീഡ് എന്നൊന്നുമില്ല പല്ലിൽ കമ്പി ഇടുന്നതിന്. ഫസ്റ്റ് ഒരു 6 ഇയേഴ്സ് 7 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിയെ കാണിക്കുക. എല്ലിന് വളർച്ച കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ നമ്മളൊരു 8 വയസ്സായ കുട്ടിക്ക് ഈ പല്ലിൽ കമ്പി ഇടാണ്ട് വികസിപ്പിച്ചിട്ട് ഭാവിയിൽ ചെറുതായിട്ടൊരു മൈൽഡ് കറക്ഷന് വേണ്ടി പല്ലിൽ കമ്പി ഇടുക, അങ്ങനത്തെ ഒരു ഓപ്ഷൻ.
ഡോക്ടർ, ശരിക്കും നമ്മൾ എത്ര തവണയാണ് ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ കേൾക്കില്ല ഓരോ തവണ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ. ശരിക്കും എത്ര തവണയാണ് ബ്രഷ് ചെയ്യേണ്ടത്? ഐഡിയലി 2 times a day അത്രമാത്രം ഒരാൾ ബ്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ ചിലർ പറയും, കുറച്ച് ഈ OCD ഒക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓരോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുക. ഓരോ ടൈമും ഫുഡ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കുള്ള മീല് കഴിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ്, ഉടനെ നമ്മൾ പോയി ബ്രഷ് ചെയ്യും. അപ്പോൾ ഈ മീല് കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പല രീതിയിലുള്ള കണ്ടൻസ് ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൗത്ത് ഒരു ആസിഡിക് pH ആയിരിക്കും, ഒരു ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നമ്മളെ സലൈവയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് ആസിഡ്സും ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടൻസും ആസിഡിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ വായിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബ്രഷും എടുത്ത് ഒരു പേസ്റ്റും എടുത്ത് പോയി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡിനെ നമ്മളെ പല്ലിൻ്റെ എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവഞ്ച്വലി ഇത് സംഭവിക്കുന്നത് പല്ലിൻ്റെ തേയ്മാനത്തിലോട്ട് പോകും, അതായത് ഇനാമൽ വെയർ ഓഫ് ചെയ്ത് പോകും. നമ്മൾ സലൈവ നമ്മുടെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. സലൈവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ pH നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആസിഡൊക്കെ ഫോം ചെയ്യുമ്പോൾ സലൈവ ടീത്തിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കും, ഇനാമൽ പോവാണ്ടിരിക്കാൻ. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ ഓടിപ്പോയി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡ്സ് എല്ലാം പല്ലിൽ ഓരോ നോക്ക് ആൻഡ് കോർണറിൽ പോയി എത്തുമ്പോൾ ഇറോഷൻ അല്ലെങ്കിൽ പല്ലിൻ്റെ തേയ്മാനം. നമുക്ക് ചില ആൾക്കാരുടെ പല്ല് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കുഴിവ് പോലെ മോണയും പല്ലിൻ്റെയും ഇടയിൽ ആ ജോയിൻറ്റിൽ ആ ജംഗ്ഷനിൽ കുഴിവ് പോലെ നാക്കിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഇനാമൽ തേഞ്ഞു പോയി പല്ലിന് പുളിപ്പ്, പിന്നെ ഇവഞ്ച്വലി പല്ല് പൊട്ടിപ്പോവുക, പൊടിഞ്ഞു പോവുക. ഇതൊക്കെ നമ്മൾ ഈ ഓരോ മീല് കഴിഞ്ഞിട്ടും ബ്രഷ് ചെയ്യുന്നവർക്ക് വരുന്ന കണ്ടീഷനാണ്. ഐഡിയലി മോർണിംഗ് നൈറ്റ് മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യകതയാണ് നൈറ്റിൽ, രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യുന്നത്. മോർണിംഗ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമുക്ക് ഒരു പ്ലസൻറ്റ്, ഒരു നല്ലൊരു ഫ്രഷ് എയർ, ഒരു മൗത്ത് ബ്രീത്തിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് മോർണിംഗ് ബ്രഷിങ്. ബട്ട് നൈറ്റ് ബ്രഷിംഗ് ആണ് ഐഡിയലി നമ്മുടെ പല്ലിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇത്. ഡോക്ടർ, ഈ പണ്ടുള്ളവർ നമ്മൾ സാധാരണ ഈ പേസ്റ്റ് ഒന്നും അല്ലാണ്ട് എന്താ പറയണ്ടത്, അല്ലാണ്ട് ഈ പൗഡേഴ്സ് ഉമിക്കിരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ തന്നെ പെട്ടെന്ന് ബ്രഷ് ചെയ്യാണ്ട് നമ്മൾ ഇത് ഒഴിക്കത്തില്ലേ, മൗത്ത് വാഷ് പോലും ഉപയോഗിക്കുന്നത്, ഇത് എത്രത്തോളം ബെറ്ററാണ്? ഈ ഉമിക്കരി അല്ലെങ്കിൽ ഈ മോണയ്ക്ക് വേണ്ടിയുള്ള പൗഡർ, ഇതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് ഇതൊക്കെ പ്യുവർലി അബ്രേസീവ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അബ്രേസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വെച്ച് തേക്കുമ്പോൾ നമുക്കൊരു വൈറ്റിഷ് അപ്പിയറൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇനാമലിനെ തേച്ചൊരച്ച് ഇല്ലാണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഉമിക്കരിയിട്ട് തേക്കുമ്പോൾ നമുക്ക് എല്ലാവരും പറയും പല്ല് നല്ല വൈറ്റാവും, പ്യുവറായിട്ടിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഇനാമലാണ്. ഇനാമലിൻ്റെ ആ ഒരു ഷെയ്ഡ്, ആ ഒരു ഇച്ചിരി ഒരു ലൈറ്റ് യെല്ലോ വൈറ്റിഷ് അങ്ങനെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഉമിക്കരിയിട്ട് തേക്കുമ്പോൾ ഓരോ ദിവസവും ഉമിക്കരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഓരോ ചെറിയൊരു എമൗണ്ട് ഓഫ് ഇനാമൽ ഇങ്ങനെ വെയർ ഓഫ് ചെയ്ത് പോവാണ്. ഇവഞ്ച്വലി അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, കുളിപ്പ്, നെക്സ്റ്റ് പല്ലിന് പെയിൻ, അങ്ങനെ ഫെർദറായിട്ട് അത് പ്രോഗ്രസ് ചെയ്ത് പോകും. പിന്നെ ഈ മൗത്ത് വാഷ് നമ്മൾ ഐഡിയലി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം, അത് ലോങ് ടേം യൂസ് ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് മിക്ക നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൗത്ത് വാഷസിലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതാണ്. ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൂടിപ്പോയാൽ ഒരു 1 month മാക്സിമം നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ 1 month. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ മൗത്ത് വാഷ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ യൂസ് എന്നുള്ളത്. നമ്മൾ പല്ല് പ്രൊഫഷണലി ക്ലീൻ ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് യൂസ് ചെയ്യുക ഫോർ 15 to 30 days. അതിൽ കൂടുതൽ പോകരുത്. അത് നമ്മുടെ വായിലുള്ള നോർമൽ ഹെൽത്തി ബാക്ടീരിയാസിനെ കില്ല് ചെയ്ത് നമ്മുടെ സലൈവറി പ്രൊഡക്ഷൻ കുറച്ച് അത് പിന്നെ ഡ്രൈ മൗത്ത് ആവും. സലൈവ ഇല്ലാണ്ടാവുമ്പോൾ വായൊക്കെ പെട്ടെന്ന് വരണ്ടുണങ്ങി അത് പിന്നെ പല്ലിന് കേട്. സലൈവ ഇത് ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് കേട് വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നത്. ഈ ഡ്രൈ മൗത്തൊക്കെ ഉള്ള കണ്ടീഷനിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കേട് വരാനും പെട്ടെന്ന് പല്ല്
പൊടിയാനൊക്കെ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഐഡിയലി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ഇത്രയും നല്ല വിശദമായിട്ട് ഞങ്ങൾക്ക് തുടക്കം മുതൽ എങ്ങനെയാണ് ദന്ത സംരക്ഷണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ശരിക്കും നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം.